Hello, guten Tag. It's again Anne-Maria. Today we are going to study relative sats in nominative. Okay, what is relative sats? A relative sats or relative clause gives extra information about a noun. നമുക്ക് മെയിൻ സെൻറ്റൻസും ഉണ്ട് അതേപോലെ തന്നെ സബ് സെൻറ്റൻസും ഉണ്ട്. ഈ മെയിൻ സെൻറ്റൻസിൽ നോമിനാറ്റീവ് കേസിൽ നമ്മൾ പറയുന്ന ഒരു നൗൺ, അത് സബ് ക്ലോസ് വരുമ്പം നമ്മൾ എങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു? നൗണായിട്ട് തന്നെ നോമിനാറ്റീവ് കേസിൽ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെപ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ത്? റിലേറ്റീവ് സാറ്റ്സേ. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ റിലേറ്റീവ് പ്രൊനൗൺ ഡർ, ദി, ദസ്, ദി. നമ്മുടെ നോമിനാറ്റീവ് കേസിലെ എന്താണ് പ്രൊനോമൻ വരുന്നത്? ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ എന്താണ് വരുന്നത്? ഡർ, ദി, ദസ്, ദി. അത് തന്നെയാണ് ഇവിടെ റിലേറ്റീവ് പ്രൊനോമൻ ആയിട്ടും വരുന്നത്. ദ വെർബ് ഇൻ ദ റിലേറ്റീവ് ക്ലോസ് ഗോസ് ടു ദ എൻഡ്. ആൻഡ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ് സെൻറ്റൻസ്. ആ സബ് സെൻറ്റൻസിലെ റിലേറ്റീവ് ക്ലോസിലെ വെർബ് എൻഡേൽ വിത്ത് കോൺജുഗേഷൻ പോകും. റിലേറ്റീവ് പ്രൊനോമൻ നോമിനാറ്റീവ് മാസ്കുലിൻ ദ, ഫെമിനിൻ ദി, ന്യൂട്രം ദസ്, പ്ലൂറാൽ ദി. So if the relative pronoun is the subject of the relative clause, റിലേറ്റീവ് ക്ലോസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ റിലേറ്റീവ് പ്രൊനോമൻ ആയിരിക്കും. Then we have two sentence structures, Hauptsatz plus relative sats. First sentence structure, das ist der Mann, wohnt hier. And we are repeating der Mann as നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിലെ ഡർ മാനെയാണ് സെക്കൻഡ് സെൻറ്റൻസിൽ വരുമ്പം എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ആ ഹോപ്പ് സാറ്റ്സ് അതേപോലെ തന്നെ എഴുതാം, മെയിൻ ക്ലോസ് അതേപോലെ എഴുതുക. ദ സിസ്റ്റർ ഡർ മാൻ, കോമ, ദെൻ ബിക്കംസ്, ഈസ് മാസ്കുലിൻ, സോ മാസ്കുലിൻ ബിക്കംസ് ഡർ ഇൻ നോമിനാറ്റീവ് കേസ്. നോമിനാറ്റീവ് കേസിൽ മാസ്കുലിൻ ഡർ ആവും. അതാണ് റിലേറ്റീവ് സാറ്റ്സിലെ പ്രൊനോമൻ. സോ ഡർ, ഹിയർ, വോണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, വോനൻ എന്ന് പറയുന്ന വെർബ് അല്ലെങ്കിൽ വെർബ് ഏതാണോ റിലേറ്റീവ് ക്ലോസിലെ വെർബ് അത് എൻഡേൽ വിത്ത് കോൺജുഗേഷൻ പോവും. സോ ഡർ, ഹിയർ, വോണ്ട്. ദാറ്റ് ഈസ് ദ മാൻ ഹൂ ലീവ്സ് ഹിയർ. Beispiel 2, das ist die Frau, sie ist die Lehrerin. ദി ഫ്രൗവിനെയാണ് നമ്മൾ സി എന്ന് പറഞ്ഞ് സെക്കൻഡ് സാറ്റ്സിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ അത് ഏത് കേസിലാണ്? നോമിനാറ്റീവ് കേസിലാണ്. സോ ദസ് ഇസ് ദി ഫ്രൗ, കോമ, സി എന്ന് പറഞ്ഞാൽ ഫെമിനിൻ ആണ്. സോ ഫെമിനിൻ റിലേറ്റീവ് പ്രൊനോമൻ വരുന്നത് ദി ആണ്. സോ ദസ് ഇസ് ദി ഫ്രൗ, കോമ, ദി ലേററിൻ ഇസ്റ്റ്. ദാറ്റ് ഈസ് എ വുമൻ ഹു ഈസ് എ ടീച്ചർ. Structure 2, relative sats is worst plus ഹോപ്പ് സാറ്റ്സ്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോപ്പ് സാറ്റ്സിലെയും അതേപോലെ തന്നെ റിലേറ്റീവ് സാറ്റ്സിലെയും സബ്ജക്റ്റ് സെയിം ആണെങ്കിൽ വി ഷുഡ് ഫോളോ അനദർ മെത്തേഡ് ഓഫ് സെൻറ്റൻസ് സ്ട്രക്ചർ. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഡർ മാൻ ഇസ്റ്റ് സർ ഫ്രോയിലിഷ്, വോണ്ട് ഹിയർ. നമ്മൾ ഡർ മാനിനെ തന്നെയാണ് എന്ന് പറഞ്ഞ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ സെൻറ്റൻസ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ആദ്യം ഹോപ്പ് സാറ്റ്സ് അല്ലെങ്കിൽ മെയിൻ സാറ്റ്സിലെ ഡർ മാനിനെ എഴുതുക. ദെൻ സബ്ജക്റ്റ്, കോമ, ആൻഡ് റിലേറ്റീവ് ക്ലോസിലെ ഇയറിനെ നമ്മൾ എന്താക്കണം? റിലേറ്റീവ് സാറ്റ്സിലോട്ട് മാറ്റണം. ആൻഡ് ബിക്കംസ് ഇൻ റിലേറ്റീവ് പ്രൊനൗൺ ഡർ. സോ ഡർ, ഹിയർ, വോണ്ട്, കോമ, ആൻഡ് മെയിൻ ക്ലോസിലെ ബാക്കിയുള്ള സെൻറ്റൻസ് എഴുതുക, ഇസ്റ്റ് സർ ഫ്രോയിൻലിഷ്. ദെൻ ദ സെൻറ്റൻസ് സ്ട്രക്ചർ ഈസ് ഡർ മാൻ, കോമ, ഡർ ഹിയർ വോണ്ട്, കോമ, ഇസ്റ്റ് സർ ഫ്രോയിൻലിഷ്. ദ മാൻ ഹു ലീവ്സ് ഹിയർ ഈസ് വെരി ഫ്രണ്ട്ലി. Beispiel 2, die Frau kommt aus Berlin, sie ist Lehrerin. Die Frau, die Lehrerin ist, kommt aus Berlin. The woman who is a teacher comes from Berlin. The key difference, structure 1, first comes the main sentence, then the relative clause. First നമ്മൾ മെയിൻ സെൻറ്റൻസ് എഴുതും, then relative clause എഴുതും. Then structure 2, the relative clause is inside the main sentence between commas. Relative സാറ്റ്സെ സ്ട്രക്ചർ 2ൽ വരുമ്പോൾ മെയിൻ ക്ലോസിൻ്റെ നടുക്കായിട്ടായിരിക്കും വരുന്നത്, ബിറ്റ്വീൻ കോമാസ്. Then that's for today, and I will give more examples at the end of the video. Danke schön.